ഇടുക്കി ജില്ലയിലൂടെ ഒരു ദിവസം. നമ്മുടെ ഇന്നത്തെ യാത്ര ഇടുക്കി ജില്ലയിലെ മനോഹരമായ ചില സ്ഥലങ്ങളിലൂടെയാണ്. രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് കുട്ടിക്കാനത്ത് നിന്ന് യാത്ര തുടങ്ങിയ ഞങ്ങൾ നേരെ ഏലപ്പാറ റൂട്ടിലാണ് പോയത്. മനോഹരമായ കാഴ്ചകളാൽ നിറഞ്ഞ ഏലപ്പാറ റൂട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് കാണുമല്ലോ. ഇനി ഏലപ്പാറയിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ എത്തിയത്. ഈ ഒരു ലൊക്കേഷൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായവരുണ്ടോ? ഇതാണ് നമ്മുടെ ലൂസിഫർ പള്ളി. മോഹൻലാലും മഞ്ജു വാര്യരും ലൂസിഫർ സിനിമയിൽ വളരെ മനോഹരമായിട്ട് അഭിനയിച്ച ചില സീനുകളുള്ള ലൂസിഫർ പള്ളിയും അതിന്റെ ശവക്കോട്ടയുമാണ് ഈ കാണുന്നത്. സിനിമയിൽ കാണുന്നത് കുറച്ചുകൂടി ഇടിഞ്ഞു പൊളിഞ്ഞതും ഒരു ഇരുണ്ട നിറവും ഒക്കെ ആയിട്ടാണെങ്കിലും ഇപ്പോഴും ഇവരിത് പുനരുദ്ധരിച്ച് ആരാധനാക്രമങ്ങളൊക്കെ നടത്തി വരുന്നുണ്ടെന്നാണ് അറിവ്. വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി അയ്യപ്പൻ കോവിൽ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഇപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ കാഴ്ചകൾ മാത്രം മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അയ്യപ്പൻ കോവിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടതിന് ശേഷം അഞ്ചുരുളി ടണലിലേക്കാണ് നമ്മൾ യാത്ര വീണ്ടും തുടങ്ങിയത്. അഞ്ചുരുളി ടണൽ എന്തായാലും കേരളത്തിലെത്തുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അതും മഴക്കാലമല്ലാത്തപ്പോൾ പോകുമ്പോഴാണ് കുറച്ചുകൂടെ മനോഹാരിതയായിട്ട് നമുക്ക് അകത്തേക്ക് കയറാനൊക്കെ പറ്റുന്നത്. അഞ്ചുരുളി ടണലിന്റെ കുറച്ച് മനോഹരമായ ദൃശ്യങ്ങൾ ഇനി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ വരുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മഴയില്ലാത്തപ്പോൾ വരാനാണ്. കാരണം നമുക്ക് മഴയുള്ളപ്പോൾ ഇതിനകത്തൂടെ നടക്കാനായിട്ടുള്ള യാതൊരു അവസരവും ഉണ്ടാവുകയില്ല. ഇതിൻ്റെ പകുതിയോളം വെള്ളം നിറഞ്ഞു പോകുന്ന സമയമായിരിക്കും. അപ്പോൾ മഴയില്ലാത്തപ്പോൾ അഞ്ചുരുളി ടണലിൽ എത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ആയിരത്തി 1974 പണി തുടങ്ങി 1980 പണി തീർത്ത 22 പേരോളം ഈ പണി നടക്കുന്നതിനിടയ്ക്ക് മരിച്ചു പോയിട്ടുള്ള ഒരു ടണലാണിത്. ഇരട്ടയാറ് പുഴ മുതൽ അഞ്ചുരുളി ടണൽ വരെ 5 കിലോമീറ്ററാണ് ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ഇടുക്കി ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഇതിൽ നോക്കി അഞ്ചുരുളിയെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇറങ്ങി വരുന്നിടത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കും. അഞ്ചുരുളിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് കയറുകയാണ് ചെയ്തത്. ഉച്ചക്കത്തെ നല്ലൊരു ഫുഡിന് ശേഷം വീണ്ടും യാത്ര നമ്മൾ തുടരുകയാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം കുറച്ച് നടക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് അഞ്ചുരുളി മുനമ്പം വ്യൂ പോയിന്റ്. ഇവിടെ എന്തായാലും അഞ്ചുരുളി ടണലിൽ വരുന്നവർക്ക് വരാനായിട്ട് പറ്റുന്ന ഫാമിലിക്കൊക്കെ കുറച്ച് നേരത്തേക്ക് കാടിനെ പറ്റി അറിയാനും കാടിന്റെ വിവരണങ്ങളും കാടിനെ കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് പറ്റിയൊരു സ്ഥലം ഇതാണ് അഞ്ചുരുളി മുനമ്പം എന്ന് പറയുന്നത്. കുറച്ച് നടക്കാനുണ്ട്. ഒരു 2 കിലോമീറ്ററോളം നമ്മൾ നടന്നെത്തുമ്പോഴാണ് അഞ്ചുരുളി മുനമ്പത്തിന്റെ അറ്റത്തെത്തുന്നത്. ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാനും കുറച്ച് നേരം സമയം ചെലവഴിക്കാൻ പറ്റിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അഞ്ചുരുളി മുനമ്പം. അപ്പം അതിന്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളിതാ കാണുക. അഞ്ചുരുളി മുനമ്പിന് ശേഷം നമ്മൾ പോയത് വൈറൽ തട്ടുകടയിലേക്കാണ്. വൈറൽ തട്ടുകടയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാമ്പനാറിലേക്ക് എത്തുന്ന വഴിയിൽ, കുട്ടിക്കാനത്ത് നിന്ന് പാമ്പനാറ് പോകുന്ന വഴിയിലാണ് വൈറൽ തട്ടുകടയുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കും കൂടെ പോയി വൈകുന്നേരത്തെ ഒരു ചായ കൂടെ കുടിച്ചതിന് ശേഷം നമുക്ക് തിരികെ നമ്മുടെ വീട്ടിലേക്ക് പോകാവുന്നതാണ്. ഇത്രയും മനോഹരമായ ഒരു യാത്രയാണ് നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങിയത് അവസാനിച്ചത്. എന്തായാലും നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.